നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ടീമിലേക്ക് അതിനുള്ള സാധ്യതകളാണ് തെളിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ സ്പോർട്സ് വിഭാഗം എക്സ്പ്രസ് സ്പോർട്സ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. ദേവേന്ദ്ര പാണ്ഡെയുടെ റിപ്പോർട്ട്: വൈഭവ് സൂര്യവംശി ലൈക്ലി ഫോർ T20I ടൂർ ടു അയർലൻഡ് ടു ബിക്കം യങ്ങസ്റ്റ് ഇന്ത്യ പ്ലെയർ. ഈ IPL കഴിഞ്ഞാൽ ജൂൺ മാസത്തിലാണ് അയർലൻഡുമായിട്ട് ഇന്ത്യൻ ടീമിന് സീരീസ് ഉള്ളത്. 2 T20 മത്സരങ്ങളാണ് ആ സീരീസിലുള്ളത്. പ്രമുഖ താരങ്ങളിൽ പലർക്കും വിശ്രമം കൊടുത്തേക്കുമെന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. കാരണം അതിന് തൊട്ടു പിന്നാലെ ഇംഗ്ലണ്ട് ടൂറുമുണ്ട്. അപ്പോൾ അതിന് സീനിയർ താരങ്ങളൊക്കെ സ്കോട്ടിലേക്ക് വരും. അപ്പോൾ അതിനു മുമ്പുള്ള ഈ അയർലൻഡ് ടൂറിൽ വൈഭവ് സൂര്യവംശിയെ കളിപ്പിക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. The Indian Express understands that the selectors might give the 15-year-old the big break in the short series just before a white ball tour of England എന്നാണ് എക്സ്പ്രസ് സ്പോർട്സിൻ്റെ റിപ്പോർട്ട്. അതിലവർ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ ഒരു സോഴ്സിന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്, he is in contention for the Ireland tour and the selectors have shortlisted his name along with those of many other players. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. മറ്റു പല താരങ്ങളുടെയും കൂടെ അദ്ദേഹത്തെയും പരിഗണിക്കുന്നുണ്ട്. അവനിപ്പോൾ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ കളി ഗോൾഡൻ ഡക്കായി. പക്ഷേ അതിനു മുമ്പുള്ള കളികളിൽ RCBക്കെതിരെ 26 പന്തിൽ നിന്ന് 78, ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ 17 പന്തിൽ നിന്ന് 52, മുംബൈ ഇന്ത്യൻസിനെതിരെ 14 പന്തുകളിൽ നിന്ന് 39. സൂപ്പർ താരങ്ങളെ, സൂപ്പർ ബൗളർമാരെ ജസ്പ്രീത് ബുംറയും ജോഷ് ഹേസൽവുഡിനെയും ഒക്കെ അടിച്ച് പറത്തി നിൽപ്പാണ്. അപ്പോൾ ഈ ഫോമിൽ നിൽക്കുന്ന താരത്തിന് ഇൻ്റർനാഷണൽ എക്സ്പോഷർ കൂടി കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് BCCI പോകുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശദമായിട്ട് അവർ പറയുന്നൊരു കാര്യം, സച്ചിൻ ടെണ്ടുൽക്കറാണ് ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും ചെറിയ പ്രായത്തിൽ ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള പുരുഷ താരം. അദ്ദേഹം ടെസ്റ്റ് ഡെബ്യൂ പാകിസ്ഥാനിലെ കറാച്ചിയിൽ നടത്തുമ്പോൾ 1989 അദ്ദേഹത്തിൻ്റെ പ്രായം 16 വയസ്സും 205 ദിവസവുമായിരുന്നു. എന്നാൽ പുരുഷ വനിതാ വിഭാഗത്തിലെ കണക്ക് നമ്മൾ ഒരുമിച്ചെടുത്താൽ ഷഫാലി വർമ്മയാണ് ഇന്ത്യക്കായിട്ട് കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം. അവരുടെ പ്രായം 15 വയസ്സും 7 മാസവും 27 ദിവസവും ആയപ്പോഴാണ് ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റ മത്സരം കളിച്ചത്. സൂര്യവംശി ജൂൺ മാസത്തിലെ ഈ T20I സീരീസ് കളിക്കുകയാണെങ്കിൽ സച്ചിൻ്റെ റെക്കോർഡും ഷഫാലി വർമ്മയുടെ റെക്കോർഡും ഒക്കെ ഒരുമിച്ച് തകർക്കും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ആ ഒരു സീരീസിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. സീരീസ് നടക്കുന്നത് ജൂൺ മാസത്തിൻ്റെ അവസാനത്തിലാണ്. 2 മത്സരങ്ങളാണ് ജൂൺ 26-നും ജൂൺ 28-നുമായിട്ട് ഇന്ത്യ അവിടെ കളിക്കുന്നത്. അപ്പോൾ അതിൽ ലാർജ്ലി ഒരു സെക്കൻഡ് സ്ട്രിങ് സൈഡായിരിക്കും ഈ സീരീസിന് വേണ്ടി തിരഞ്ഞെടുക്കുക. IPL കഴിഞ്ഞ് ഏതാണ്ട് 1 മാസമാകുമ്പോഴായിരിക്കും ഈ ഒരു സീരീസ് ഉണ്ടാവുക. പിന്നെ സൂര്യവംശിക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിക്കുമ്പോൾ അവൻ മികച്ച പ്രകടനം നടത്തുകയാണെങ്കിൽ തൊട്ടു പിന്നാലെ വരുന്ന സീരീസ് T20I ആൻഡ് 3 ODI സീരീസ് ഇംഗ്ലണ്ടിനെതിരെ നടക്കുന്നുണ്ട്. അതിൽ T20Iക്ക് ഒരു പക്ഷേ അവന് വീണ്ടും അവസരങ്ങൾ കൊടുത്തേക്കും. അതോടൊപ്പം തന്നെ സിംബാബ്വെക്കെതിരെ ഈ വർഷം ഒരു സീരീസ് ഉണ്ട്, അതിനും അവസരം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പയ്യൻ ഏതായാലും ബിഗ് സ്റ്റെപ്പ് വെക്കുകയാണ്. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ ക്രിക്കറ്റ് എത്താം.